ഓം ശാന്തി. ചാണക്യ ദർശനത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത്. ചാണക്യൻ്റെ ഭാഷയിൽ നിങ്ങളുടെ ഉള്ളിലെ മൃഗങ്ങളെ ഉണർത്തണം എന്നാണ് ചാണക്യൻ പറയുന്നത്. എന്താണ് ഈ മൃഗങ്ങളെ ഉണർത്തുക? വളരെ രസകരമായി തോന്നി എനിക്ക് ആ ചാപ്റ്റർ. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഞാനിന്നത് കേൾപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ചാണക്യൻ പറയുന്നത്, എല്ലാ ജീവികളിലും നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ആ ഗുണങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ എല്ലാത്തിൽ നിന്നും നന്മ കാണുക അഥവാ ഗുണഗ്രാഹിയാകുക എന്ന വലിയ ഒരു ക്വാളിറ്റിയെ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതിനു വേണ്ടിയായിരിക്കണം ഈ ഒരു ചാപ്റ്റർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് അതിൽ ഒരു കാര്യത്തെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ആഗ്രഹിക്കുക. ഒന്നാമത് പറയുന്നു, നിങ്ങൾ സിംഹത്തെ പോലെയാകണം. സിംഹം നമുക്കൊക്കെ ഇഷ്ടമുള്ള ജീവി തന്നെയാണല്ലോ. കാട്ടിൽ രാജാവെന്ന് സിംഹം അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കാട്ടിൽ മീറ്റിങ്ങും ലോകസഭയും നിയമസഭയും ഒന്നും ഇല്ലല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് രാജാവെന്ന് പറയുന്നു? തൻ്റെ ഇരുത്തം കൊണ്ടും നടത്തം കൊണ്ടും കർമ്മം കൊണ്ടും രാജാവെന്ന് എല്ലാവരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ആളാ സിംഹം. ഉറങ്ങുന്നെങ്കിൽ സ്വസ്ഥമായിട്ട് ഉറങ്ങും. അതൊരു കർമ്മം ചെയ്യുന്നുവെങ്കിൽ, ഇര പിടിക്കുന്നുവെങ്കിൽ അത് അക്യൂറേറ്റായിട്ട് ചെയ്തിരിക്കും. തൻ്റെ ഉണർന്നിരിക്കുന്ന സമയത്തെ കർമ്മത്തിൻ്റെ കൃത്യത കൊണ്ടാണ് സിംഹത്തിന് എല്ലാവരും രാജാവെന്ന് പറയുന്നത്. നടത്തം കൊണ്ടും ഇരുത്തം കൊണ്ടും ഭാവം കൊണ്ടും ഗാംഭീര്യം കൊണ്ടും കർമ്മം കൊണ്ടും പ്രൗഢമാകുമ്പോഴാണ് സിംഹം എന്ന് പറയുക. ഒരു വ്യക്തി നമ്മൾ പറയുക അവരൊരു സിംഹ എന്ന് പറയുക എപ്പോഴാണ്? അവരുടെ പ്രൗഢഗംഭീരമായിരിക്കുന്ന ഇരുത്തവും നടത്തവും പെരുമാറ്റവും അവരുടെ ഭാവവും കർമ്മവും ഇതെല്ലാതും കൊണ്ട് കർമ്മത്തിലൊന്നുമില്ലെങ്കിൽ അത് പേപ്പർ ടൈഗർ എന്ന് നമ്മൾ പറഞ്ഞു പോകും. അതുകൊണ്ട് ഇതെല്ലാം ആവുമ്പോഴാണ് ഒരാൾ സിംഹമാവുക. അതുകൊണ്ട് കർമ്മത്തിലെ കൂടി ഗാംഭീര്യത ഉൾക്കൊള്ളുന്ന പാഠം നമ്മൾ സിംഹത്തിൽ നിന്ന് പഠിക്കണം. ഉറുമ്പിൽ നിന്ന് നമുക്ക് പാഠം പഠിക്കാനുണ്ട്. കണ്ടിട്ടുണ്ടോ? ഉറുമ്പുകൾ അവർ കൂടുകൂട്ടി അവർക്ക് വേണ്ടതായിട്ടുള്ള അന്നത്തെ സംഭരിച്ച് ശേഖരിച്ചു കൊണ്ടുവയ്ക്കും. അതുപോലെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എപ്പോഴും നമുക്ക് എമർജൻസിക്ക് വേണ്ട ഡെപ്പോസിറ്റ് സൂക്ഷിച്ചുകൊണ്ട് ബാക്കി ചെലവഴിക്കാനുള്ളൊരു മനസ്സ് മനുഷ്യനുണ്ടായിരിക്കണം. അത് ഉറുമ്പിൽ നിന്നും നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. കാക്കയിൽ നിന്നും നമുക്ക് നല്ലൊരു പാഠം പഠിക്കാനുണ്ട്. കാക്കയെപ്പോലെ ശുചീകരണത്തിലൊരു ജീവിയെ നമുക്ക് കാണാനാവില്ല. അത് എന്തൊരഴുക്കിനെയും കൊത്തിപ്പെറുക്കിക്കൊണ്ട് നമ്മുടെ ശുചീകരണത്തിന് സഹായിക്കുന്ന ജീവിയാണ് കാക്ക. അതുകൊണ്ട് കാക്കയിൽ നിന്നുള്ള വൃത്തി പഠിക്കാനാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭഗധ്യാനം എന്ന് പറയാറില്ലേ? കൊക്കിൽ നിന്ന്. കൊക്ക് കണ്ടിട്ടുണ്ടോ? അത് കണ്ണടച്ച് ഒറ്റക്കാലിൽ നിൽക്കും. അതിൻ്റെ ധ്യാനത്തിൻ്റെ ഇടയിൽ പോലും താഴെ പോകുന്ന മീനിനെയും അത് കാണുകയും ചെയ്യും. കാകദൃഷ്ടി ഭഗധ്യാനം എന്നാണ് പറയുക. കാക്കയെപ്പോലെ കാര്യങ്ങളെ കാണാൻ കഴിയണം. കൊക്കിനെ പോലെ തൻ്റെ ഏകാഗ്രമായിരിക്കുന്ന അലർട്ടായിരിക്കുന്ന മനസ്സും ഉണ്ടായിരിക്കണം. ശ്വാനനിദ്ര എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ അർത്ഥം നായയിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യം പഠിക്കാനുണ്ട്. അത് ആഹാരം കിട്ടിയാൽ മതിയാവോളം കഴിക്കും. പക്ഷേ ആഹാരം കിട്ടിയിട്ടില്ലെങ്കിലും തൻ്റെ കർമ്മത്തിൽ നിരതനാവാനും ആഹാരത്തിനുള്ള ആസക്തി ഇല്ലാതെ തന്നെ കിട്ടിയാൽ കഴിച്ചു, ഇല്ലെങ്കിൽ എത്ര സമയം വേണമെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ശക്തിയുള്ളൊരു മൃഗമാണ് നായ. അതുകൊണ്ട് നായയെപ്പോലെ അതിൻ്റെ കൺട്രോളിങ് പവർ, തൻ്റെ ആഹാരത്തോടുള്ള ആസക്തിയുള്ള നിയന്ത്രണം അതും മനുഷ്യന് നല്ലതാണ്. നായ ഗാഠമായിട്ട് ഉറങ്ങുന്നുണ്ടായിരിക്കും. പക്ഷെ ഒരു കരിയില വീണ ശബ്ദം പോലും നമ്മളറിയും. നമ്മൾ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുമ്പോൾ ചിലരെ എടുത്തുകൊണ്ടുപോയി വെള്ളത്തിലിട്ടാൽ പോലും അറിയില്ല. അങ്ങനെയുള്ള ഉറങ്ങുന്നവർക്കുള്ള ഉത്തമ ഉദാഹരണമാണ് നായ. ഉറങ്ങണം. മനസ്സ് യോഗനിദ്ര എന്നാണ് പറയുന്നത്. മനസ്സ് രണ്ട് നിദ്രകളുണ്ട്. ഒന്ന് തമോ പ്രധാന നിദ്രയും ഒന്ന് സതോ പ്രധാന നിദ്രയും. തമോ പ്രധാന നിദ്ര എന്ന് വെച്ചാൽ അർത്ഥം തൻ്റെ ഉറക്കത്തിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ അലാം ഒരു ഭാഗത്ത് അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും, വേറൊരു ഭാഗത്ത് വിളിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ശബ്ദം ഉണ്ടായിരിക്കും. എല്ലാം നടന്നാലും ഒന്നും അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോകുന്നൊരു ഉറക്കം, അത് തമോ പ്രധാന നിദ്രയാണ്. അതൊന്നുകിൽ സ്വന്തം മനസ്സിൻ്റെ നേരെ നിയന്ത്രണം ഇല്ലാത്തത് കൊണ്ടും മറ്റൊന്ന് തൻ്റെ ഇന്ദ്രിയങ്ങളുടെ മേലെ ഒട്ടും നിയന്ത്രണം ഇല്ലാത്ത അവസ്ഥയിൽ ഉറക്കാണ്. അത് തമോ നിദ്രയാണ്. അതേസമയം സതോ നിദ്ര എത്ര മണിക്ക് ഉറങ്ങണം എന്ന് പറയുന്നു അപ്പോൾ ഉറങ്ങാനും, എത്ര മണിക്ക് ഉണരണം എന്ന് പറയുന്നു ആ സമയത്ത് ഉണരാനും പറ്റണം. കൃത്യമായിട്ട് ഒരു ശബ്ദം ഉണ്ടായാൽ അത് കേൾക്കാനും, അതേസമയം ഉറങ്ങുന്നെങ്കിൽ അഗാധമായ ശാന്തിയുടെ അനുഭൂതി ചെയ്യാനും. അതിനെയാണ് യോഗനിദ്ര എന്ന് പറയുന്നത്.
ഉറങ്ങുന്ന സമയത്ത് ആ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് മനസ്സ് പരമാത്മാവിൽ ആ ഒരു ഏകാഗ്രമാക്കിക്കൊണ്ട് ശാന്ത മനസ്സോടെ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങുന്ന ഉറക്കം നിങ്ങൾക്ക് വളരെ ശക്തി തരുകയും ചെയ്യും. ഒപ്പത്തിനൊപ്പം ഏത് കാര്യത്തിലും അലർട്ടായിട്ട് ഉണരാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. സമയത്ത് അലാമടിക്ക് മുന്നേ ഉണരാനുള്ള ശക്തി നിങ്ങളിൽ ഉണ്ടാവും യോഗനിദ്രയാണെങ്കിൽ. അതിനെയാണ് ശ്വാനനിദ്ര എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ നായ ഒന്നൊരു ജീവി നോക്കിയൊക്കെ, പശുവാണെങ്കിൽ നമുക്ക് പാല് തരുമ്പോഴാണ് നമ്മൾ സന്തോഷിക്കുന്നത്, ഒരു കോഴിയാണെങ്കിൽ മുട്ട തരുമ്പോഴാണ് സന്തോഷിക്കുന്നത്. പക്ഷേ ഒരു നായ നമുക്ക് മുട്ടയും തരുന്നില്ല, പാലും തരുന്നില്ല. അതിൻ്റെ വിശ്വാസം എന്ന ഒരൊറ്റ ശക്തിയുടെ ആധാരത്തിൽ യജമാനൻ്റെ കൂടെ കയറിക്കിടക്കുന്ന ഒരു മൃഗമാണ് നായ. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നായയെപ്പോലെ ആയിരിക്കണം. തൻ്റെ ജീവൻ പണയം വെച്ചുകൊണ്ടുകൂടി യജമാനന് വേണ്ടി തൻ്റെ ജീവൻ കൊടുക്കുന്ന ജീവിയാണ് നായ. അതിൻ്റെ ധൈര്യവും അതിൻ്റെ വിശ്വാസവും, ഈ രണ്ട് വാല്യൂസാണ് ഒരു നായേനെ യജമാനൻ്റെ കൂടെ സോഫയിലിരിക്കാനും കാറിലിരുന്ന് യാത്ര ചെയ്യാനും കൂടെ ബെഡിൽ ഉറങ്ങാനും സഹായിക്കുന്നത്. അതുകൊണ്ടൊരു മനുഷ്യൻ്റെ വാല്യൂസിൽ വിശ്വാസവും ധൈര്യവും ഈ രണ്ട് ഗുണം കൊണ്ടുവരുന്നുണ്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമൂഹത്തിൽ എല്ലാവരും എനിക്ക് ഇവരെ വേണം എന്ന് പറയുന്നവരാകാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു കോഴിയെപ്പോലെ നേരത്തെ ഉണരാൻ പഠിക്കണം എന്നാണ്. ഉണർന്നുകൊണ്ട് എല്ലാവരും ഉണർത്താനുള്ള ശക്തി രണ്ട് ലെവലിലാണ് പറയുന്നത്. ഒന്ന്, സ്ഥൂലമായിരിക്കുന്ന ഉറക്കത്തിൽ നിന്ന് നേരത്തെ ഉണർന്ന് തൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി. ഒപ്പം തന്നെ സൂക്ഷ്മമായിട്ടുള്ള ഉണർച്ച, ശരിയും തെറ്റും തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിൽ എന്തൊരു കർമ്മം ചെയ്യും മുന്നേ അതിൻ്റെ അവയർനെസ്സോടുകൂടി കർമ്മം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മറവി നമുക്കില്ലാതാക്കാൻ സാധിക്കും. ഇതിനൊക്കെ സഹായിക്കുന്നതായിട്ടുള്ള വാല്യൂസ് ഈ പക്ഷികളിലും മൃഗങ്ങൾക്കും നമുക്ക് കാണാൻ സാധിക്കും. ഒരു കഴുതയിൽ നിന്ന് കൂടി നമുക്ക് പാഠം പഠിക്കാനുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ മോശമായി ചെയ്യുമ്പോൾ ബുദ്ധിയില്ലെങ്കിൽ പറയില്ലേ, അവനൊരു കഴുതയാണ്. പക്ഷേ പാവം കഴുത, അതിനും ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ തളർന്ന് വീഴും വരെ ഏൽപ്പിച്ച ഡ്യൂട്ടി നിർത്താതെ ചെയ്യുന്ന ഒരു ജീവിയാണ് കഴുത. മാത്രമല്ല കിട്ടുന്നതിലെന്തെങ്കിലും സംതൃപ്തമായിരിക്കുന്ന ഒരു സ്വഭാവം അതും നമുക്ക് കഴുതയിൽ നിന്ന് പഠിക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മുടെ ചുറ്റും കണ്ണോടിപ്പിച്ചാൽ നമ്മൾ കാണുന്ന ഓരോ ജീവിയിൽ നിന്നും അതിൻ്റെ ഗുണത്തെ നമുക്ക് സ്വീകരിക്കാനാവും. ഒരു പഴുതാരയിൽ നിന്നാണെങ്കിലും അതല്ല ഒരു തേളിൽ നിന്ന് പോലും നോക്കിക്കോളൂ, തേളും അതിൻ്റെ രണ്ട് കൊമ്പിലും വിഷം കൊണ്ട് നടക്കും. സോഫ്റ്റായ ഭാഗം കണ്ടാൽ പിടിച്ചെറുക്കും. നെഗറ്റീവ്ലിയാണ് പറയുന്നത്. പക്ഷേ ജ്ഞാനദാനത്തിനും ഏറ്റവും നല്ല ഉപായം അതാണ്. ഒരാളുടെ വീക്ക്നെസ്സിനെ ഇല്ലാതാക്കാൻ അവരെ സഹായിക്കണമെങ്കിലും ഏറ്റവും നല്ല ഉപായമാണ്. ഒരാളുടെ കുറ്റം കാണുമ്പോഴേക്കും നീ അങ്ങനെ നീ ഇങ്ങനെ എന്ന് പറയാതെ അതിനെ മനസ്സിൽ ധരിച്ചുകൊണ്ട് നടക്കാനല്ല പറയുന്നത്. അതേസമയം സമയവും സാഹചര്യവും വരുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഒരു സമയമാണെങ്കിൽ നോക്ക് ഇത് നല്ലതല്ല എന്ന് സ്നേഹത്തോടെ ഇഞ്ചക്റ്റ് ചെയ്താൽ അവരുടെ അവഗുണത്തിനെ ഇല്ലാതാക്കാം. ഇങ്ങനെ ഈ ലോകത്ത് ഗുണം ഒന്നെങ്കിലും ഇല്ലാത്ത ഒരു സൃഷ്ടിയുമില്ല. അതുകൊണ്ട് എല്ലാവരിൽ നിന്നും ഗുണം പഠിക്കാൻ തുടങ്ങിയ നമ്മുടെ ജീവിതം സദ്ഗുണ സമ്പന്നമായി തീരും. അങ്ങനെ എല്ലാത്തിലും നല്ലത് കാണാനുള്ള കണ്ണും ആ ഒരു മനസ്സും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.